കോഴിക്കോട് മുക്കത്ത് പീഡനാശ്രമത്തിനിടെ കെട്ടിടത്തിൽ നിന്ന് യുവതി ചാടിയ സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് കുടുംബം. സംഭവ സമയത്തെ തെളിവുകളാണ് യുവതിയുടെ കുടുംബം പുറത്തുവിട്ടത്. യുവതിയെ ഹോട്ടൽ ഉടമയും ജീവനക്കാരും ഉപദ്രവിക്കുന്നതിൻ്റെ ദൃശ്യവും സംഭാഷണവുമാണ് കുടുംബം പുറത്തുവിട്ടത്. വീഡിയോ ഗെയിമിന് ഇടെയാണ് ദൃശ്യം റെക്കോർഡായത്. ഞാൻ അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ നിന്നെ സംസാരിക്കാന്ന് ഒച്ചുണ്ടാക്കി നിന്നെ മാനം പോവും. ഒച്ചുണ്ടാക്കി നിന്നെ മാനം പോകും. ഇപ്പോൾ അങ്കിൾ നിന്നെ സംസാരിക്കാന്ന് ഒച്ചുണ്ടാക്കി നിന്നെ മാനം പോവും. ഒച്ചുണ്ടാക്കി നിന്നെ മാനം പോകും. ഞാൻ അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ നിന്നെ സംസാരിക്കാന്ന് ഒച്ചുണ്ടാക്കി നിന്നെ മാനം പോവും. ഒച്ചുണ്ടാക്കി നിന്നെ മാനം പോകും. ഞാൻ അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ നിന്നെ സംസാരിക്ക ഇത് ലതീഷിനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. മുക്കത്ത് പീഡനാശ്രമത്തിനിടെ കെട്ടിടത്തിൽ നിന്ന് യുവതി ചാടിയ സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നു. കുടുംബം തന്നെയാണ് ഇത് പുറത്തുവിട്ടത് എന്ന വിവരവും വരുന്നുണ്ട്. വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. സംഭവ സമയത്തെ തെളിവുകളാണ് യുവതിയുടെ കുടുംബം പുറത്തുവിട്ടത്. ലതീഷ്, എന്താണ് ആ ശബ്ദരേഖയുണ്ട്. വളരെ വല്ലാത്തൊരു സാഹചര്യമാണ്. പെൺകുട്ടി നിലവിളിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കാം. മറ്റൊരാൾ സംസാരിക്കുന്നുണ്ട്. കുടുംബം പുറത്തുവിട്ടതാണ് ഈ ദൃശ്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് കാര്യങ്ങൾ? പറയും. ശരത്ത്, ശനിയാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. കോഴിക്കോട് മുക്കത്തിലാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത്. ഹോട്ടൽ ജീവനക്കാരിയാണ് കണ്ണൂർ സ്വദേശിയായ യുവതി. ഈ യുവതി താമസിക്കുന്ന മുറിയിലേക്ക് മൂന്നംഗ സംഘം, ഈ ഹോട്ടൽ ഉടമയും മറ്റു രണ്ട് സുഹൃത്തുക്കളും അതിക്രമിച്ച് വരികയായിരുന്നു. പീഡിപ്പിക്കാനുള്ള ശ്രമമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത്തരം ഒരു ശ്രമം ചെറുത്ത യുവതി മൊബൈലിൽ ഗെയിം കളിക്കുന്നതിനിടെയാണ് ഈ മൂന്നുപേർ റൂമിലേക്ക് അതിക്രമിച്ച് കയറി വരുന്നത്. തുടർന്ന് കുട്ടി കൂടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. കുട്ടിയെ അല്ലെങ്കിൽ ഈ യുവതിയെ ഈ സംഘം പിടിച്ചു വെക്കുന്നു. അവരുമായുള്ള സംഭാഷണം ഉൾപ്പെടെ ഈ കുടുംബം പുറത്തുവിട്ട ഈ വീഡിയോയിലുണ്ട്. എന്തായാലും ഒന്നാം നിലയിൽ നിന്നും ചാടിയ യുവതി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ മൂന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഹോട്ടൽ ഉടമ ദേവദാസ്, അതേപോലെ തന്നെ റിയാസ് സുരേഷ് എന്ന് പറയുന്നത് ദേവദാസിന്റെ സുഹൃത്തുക്കളാണ്. ഈ മൂന്ന് പേർക്കെതിരെ മുക്കം പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. പ്രതികൾ ഒളിവിലാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സ്ഥലത്ത് പോലീസ് അന്വേഷണം കാര്യമായി മുന്നോട്ട് പോകുന്നു അല്ലേ? കുടുംബം വളരെ ശക്തമായി തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. പോലീസിന്റെ അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? പോലീസ് ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൂന്നുപേരും ഒളിവിലാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ ഹോട്ടലിലും മറ്റു സ്ഥലങ്ങളിലുമെല്ലാം പോലീസ് ഇതിനകം തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട്. പ്രതികൾക്കായി ഊർജിതമായ അന്വേഷണത്തിലാണ് പോലീസ്. ഈ ഘട്ടത്തിലാണ് ഇത്തരമൊരു തെളിവ് കൂടി കുടുംബം പുറത്തുവിടുന്നത്. പോലീസിലും ഈ തെളിവുകൾ കൈമാറിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.